ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദൈവായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഭാഗവതം 10-ാം സ്കന്ധം 3-ാമത്തെ അധ്യായം ഭഗവാന്റെ അവതാരമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ അവതരിച്ചു. ശംഖചക്ര ഗദാധാരിയായി വൈഷ്ണവ ചിഹ്നത്തോടുകൂടി കംസന്റെ കൽത്തുറുങ്കിൽ അവതരിച്ചു. അപ്പോൾ ഇത് വിഷ്ണു തന്നെയാണെന്ന് വസുദേവർക്കും ദേവകിക്കും മനസ്സിലായി. വസുദേവർ ഭഗവാനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് ദേവകി സ്തുതിച്ചു. ദേവകി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അലൗകികമായ ഈ രൂപം ഒന്ന് പിൻവലിച്ചാലും സാധാരണ ഒരു ശിശുവിന്റെ രൂപം കൈക്കൊണ്ടാലും എന്ന് പറയുകയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഭഗവാൻ എന്റെ ജഡരത്തിൽ ഇങ്ങനെ അവതരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത ഭഗവാന്റെ മറുപടിയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഭഗവാൻ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ദേവകി പ്രശ്നിയും വസുദേവർ സുതപസ്സുമായിരുന്നു. അവർ ഒരു പുത്രനെ കിട്ടാൻ വേണ്ടി തപസ് ചെയ്തു. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാനെ പോലെയുള്ള ഒരു പുത്രനെ വേണമെന്ന് അവര് വരമായിട്ട് ചോദിച്ചു. ഭഗവാനെ കണ്ടിട്ടും അവര് മോക്ഷം വരമായിട്ട് ചോദിച്ചില്ല. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് ബാക്കി ഭാഗം പഠിക്കാം. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ശ്രീമദ് ഭാഗവതം 10ാം സ്കന്ധഃ അഥ 3യോധ്യായഃ. ശ്ലോകം 39. അജുഷ്ടഗ്രാമ്യ വിഷയോ അനപത്യോ ച ദമ്പതി ന വവ്രാധേ അപവർഗം മേ മോഹിതൗ ദേവമായയാ. ഭഗവാൻ പറയാണ്, അജുഷ്ട ഗ്രാമ്യ വിഷയ, സേവിക്കാതിരിക്കുന്ന ഗ്രാമ്യമായ വിഷയ സുഖത്തോടുകൂടിയവരും അനപത്യവും സന്താനമില്ലാത്തവരും ആയ ദമ്പതി ഭാര്യാഭർത്താക്കന്മാരായ യുവ നിങ്ങൾ രണ്ടുപേർ ദേവമായയാൽ മോഹിതവും മോഹിക്കപ്പെട്ടവരായിട്ട് മേ എന്നിൽ നിന്ന് അപവർഗം മോക്ഷത്തെ ന വവ്രതേ നിങ്ങൾ മോക്ഷത്തെ ഭരിച്ചില്ല. കാരണം നിങ്ങൾ വിഷയസുഖത്തിൽ ആസക്തരായിരുന്നു. ഒരു കുട്ടി വേണമെന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. എന്നെ കണ്ടിട്ടും നിങ്ങൾ മോക്ഷത്തെ ചോദിച്ചില്ല, വരമായി ചോദിച്ചില്ല. ശ്ലോകം 39. അജുഷ്ടഗ്രാമ്യ വിഷയോ അനപത്യാച ദമ്പതി ന വവ്രാധേ അപവർഗം മേ മോഹിതൗ ദേവമായയാം. ശ്ലോകം 40. ഗതേമയീവാം ലബ്ധ്വാ വരം മത്സദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാൻ അഭുഞ്ചാധാം യുവാം പ്രാപ്ത മനോരഥൗ. പദച്ഛേദം. ഗതേ മയീ യുവാം ലബ്ധ്വാ വരം മത്സദൃശം സുത ഗ്രാമ്യാൻ ഭോഗാൻ അഭുഞ്ചാധാം യുവാം പ്രാപ്ത മനോരഥവും. മയി ഗതേ, ഞാൻ ഗതനായിരിക്കും വിഷയത്തിൽ. അതായത് ഞാൻ അവർക്ക് വരം കൊടുത്ത് അന്തർധാനം ചെയ്തതിന് ശേഷം മത്സദൃശ്യം എനിക്ക് തുല്യനായ സുതം പുത്രനെ വരമായി
ലബ്ധ്വ പ്രാപിച്ചു. അപ്പോൾ എനിക്ക് സദൃശനായ പുത്രനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ വരം തന്നെ കൊടുത്തു. പ്രാപ്ത മനോരഥോ, പ്രാപിച്ചതായ ആഗ്രഹത്തോടു കൂടിയ വിവാഹം നിങ്ങൾ രണ്ടുപേർ ഗ്രാമ്യങ്ങളായ ഭോഗങ്ങളെ അഭിഞ്ചാധാം അനുഭവിച്ചു. അപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് വരം ചോദിച്ചു, ഞാൻ വരം തന്നു. അപ്പോൾ വരം സിദ്ധിച്ച നിങ്ങൾ മനോരഥം, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതുകൊണ്ട് ലൗകിക സുഖങ്ങൾ അനുഭവിച്ച് പുത്ര ജനനത്തിന് ഉപകരിക്കുന്നതും പുത്രന്റെ പരിപോഷണത്തിന് ആവശ്യവുമായ വിഷയസുഖങ്ങൾ അനുഭവിച്ചു. ശ്ലോകം 40. ഗതേമയീ യുവാം ലബ്ധ്വാ വരം മത്സദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാൻ അഭുഞ്ചാധാം യുവാം പ്രാപ്ത മനോരഥോ. ശ്ലോകം 41. അദൃഷ്ട അന്യതമം ലോകേ ശീല ഉദാര്യ ഗുണൈ സമം അഹം സുതോ വാമഭവം പ്രശ്നഗർഭ ഇതി ശ്രുതാം. അദൃഷ്ട അന്യതമം ലോകേ ശീല ഔദാര്യ ഗുണൈഹി സമം അഹം സുതഃ വാം അഭവം. അതാണ് വാം അഭവം പ്രശ്നിഗർഭ ഇതി ശ്രുത. ലോകത്തിൽ ശീല ഔദാര്യ ഗുണൈഹി, നല്ല ശീലവും ഗുണങ്ങളും കൊണ്ട് സമം തുല്യനായി അന്യതമം മറ്റൊരുവനെ അദൃഷ്ട കാണാതെ. അപ്പൊ എനിക്ക് തുല്യനായിട്ട് ഒരു പുത്രൻ വേണമെന്നാണ്. എന്നോട് സാദൃശ്യമുള്ള പുത്രൻ വേണം. പക്ഷെ എന്നോട് സാദൃശ്യമുള്ള മറ്റൊരു പുത്രൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നിഗർഭ ഇതി ശ്രുത, പ്രശ്നിഗർഭൻ എന്നു പേരായ പ്രസിദ്ധമായ സുതഹ പുത്രനായി അഹം ഞാൻ അഭവം ഭവിച്ചു. അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു പുത്രനായി ഭവിച്ചു. എനിക്ക് തുല്യനായ സദൃശ്യനായ പുത്രൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സദൃശ്യമായിട്ട് ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. പട്ടതിരിപ്പാട് അനുപമിതം, ഇതിനോട് ഉപമിക്കാൻ മറ്റൊരു വസ്തുവില്ല. മറ്റൊരു പുത്രനെ അല്ലെങ്കിൽ മറ്റൊരാളിനെ ഭഗവാന് തുല്യനായി ഇല്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ പുത്രനായി അവതരിച്ചു. അപ്പൊ അതിന് ആ പുത്രന്റെ പേര് പ്രശ്നിഗർഭൻ എന്നായിരുന്നു. അദൃഷ്ടാന്യതമം ലോകേ ശീല ഔദാര്യ ഗുണൈ സമം അഹം സുതോ വാമഭവം പ്രശ്നിഗർഭം ഇതി ശ്രുതാം. ശ്ലോകം 42. തയോർവാം പുനരേവാഹം ആദിത്യാമാസ കശ്യപാത് ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ച വാമനഃ. പദച്ഛേദം. തയോഹോ വാം പുനഃ ഏവ അഹം ആദിത്യാം ആസ കശ്യപാത് ഉപേന്ദ്ര ഇതി വിഖ്യാതഃ വാമനത്വാത് ച വാമനഃ. അന്വയാർത്ഥം. പുനഃ ഏവ പിന്നെയും, തയോഹോ വാം തയോർവാം പുനരേവ പുനഃ ഏവ തയോഹോ വാം ആ നിങ്ങളായി തന്നെ ഇരിക്കുന്ന കശ്യപനിൽ നിന്നും, അതായത് അടുത്ത ജന്മത്തിൽ, ആദ്യത്തെ ജന്മത്തിലാണ് അവര് പ്രശ്നിയും സുതപസ്സുമായിരുന്നത്. അടുത്ത ജന്മത്തിൽ അവരാരായിരുന്നു? കശ്യപനും അതിഥിയുമായിരുന്നു. പിന്നെ വാം നിങ്ങളായി തന്നെ ഇരിക്കുന്ന കശ്യപനിൽ നിന്നും അതിഥിയിൽ അഹം ഞാൻ സംഭവിച്ചു. അതായത് ഇവര് തപസ് ചെയ്തപ്പോൾ ഭഗവാനോട് പുത്രൻ വേണമെന്ന് 3 പ്രാവശ്യം ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് 3 പ്രാവശ്യം ഭഗവാൻ പുത്രനായി ജനിച്ചതെന്നും പറയുന്നു. അപ്പൊ അതിഥിയിൽ അഹം ഞാൻ സംഭവിച്ചു.
ഉപേന്ദ്ര ഇതി ഉപേന്ദ്രൻ എന്നും വാമനത്വാത് അതായത് ഉയരം കുറവ് കാരണം വാമനഹ ഇതി വാമനൻ എന്നും വിഖ്യാത കീർത്തിപ്പെട്ടിരുന്നു. അപ്പൊ രണ്ടാമത്തെ ജന്മത്തിൽ കശ്യപനും അതിഥിയായി ഒരു പുത്രൻ ജനിച്ചു. അത് ഉയരം കുറവായതുകൊണ്ട് വാമനൻ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ അതിഥിയുടെ മകനാണല്ലോ ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രന്റെ അനുജനായതുകൊണ്ട് ഉപേന്ദ്രൻ എന്നും പേരുണ്ടായി. തയോർവാം പുനരേവാകം ആദിത്യമാസ കശ്യപാൻ ഉപേന്ദ്ര ഇത് വിഖ്യാതോ വാമനത്വാച്ച വാമനഃ. ശ്ലോകം 41. തൃതീയോസ്മിൻ ഭവേഹം വൈതേനൈവ വപുഷാധവാം ജാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതിഹി. തൃതീയേ അസ്മിൻ ഭവേ അഹം വൈ തേന ഏവ വപുഷ അഥ വാം ജാതോ ഭൂയ തയോഹോ ഏവ സത്യം മേ വ്യാഹൃതം സതിഹി. അസ്മിൻ ഈ തൃതീയ മൂന്നാമത്തെ ഭവേ ജന്മത്തിൽ, അപ്പൊ ഇപ്പോഴത്തെ ജന്മത്തിൽ, അതായത് ദേവകിയും വസുദേവരുമായിരുന്ന ആ ജന്മത്തിൽ, അഹം വൈ ഞാൻ തന്നെ, അഥ അനന്തരം, തേന വപുഷ ഏവ ആ ശരീരത്തോടുകൂടി തന്നെ, തയോഹോ വാം ഏവ ആ നിങ്ങൾക്ക് തന്നെ, ഭൂയഹ ജാത വീണ്ടും ഇവിടെ ജാതനായി. അപ്പൊ മൂന്നാമത്തെ ജന്മത്തിൽ നിങ്ങള് ദേവകിയും വസുദേവനുമായി, അപ്പോൾ ഞാൻ തന്നെ വീണ്ടും നിങ്ങൾക്ക് മകനായി ജനിച്ചു. സതിഹേ പതിവ്രതേ മേ എന്നാൽ സത്യം പരമാർത്ഥം വ്യാഹൃതം പറയപ്പെട്ടു. ഞാൻ പരമാർത്ഥമാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ആദ്യ ജന്മത്തിൽ തപസ് അനുഷ്ഠിച്ച കാരണം ആ 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് 3 ജന്മം ഉണ്ടായി. 3 ജന്മത്തിലും ഞാൻ നിങ്ങൾക്ക് മകനായി പിറന്നു. തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ വപുഷാധാവാം ജാതോ ഭൂയസ്തയോരേവ സത്യമേവ വ്യാഹൃതം സതിഹി. ശ്ലോകം 44. ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യതാമദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ. ഏതത് വാം ദർശിതം രൂപം പ്രാഗ് ജന്മ സ്മരണായ മേ ന അന്യഥാ മദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ. മേ എന്റെ ഏതത് ഈ രൂപം വാം നിങ്ങൾക്ക് പ്രാഗ്ജന്മസ്മരണായ പൂർവജന്മത്തിന്റെ ഓർമ്മയ്ക്കായിക്കൊണ്ട് ദർശിതം കാണിക്കപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ ആ പൂർവജന്മത്തില് ഞാൻ ഇന്നതൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു തന്നത് നിങ്ങളത് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അന്യഥ അല്ലെങ്കിൽ മർത്യലിംഗേന മനുഷ്യ ശരീരം കൊണ്ട് മദ്ഭവം എന്നെ സംബന്ധിച്ചതായ ജ്ഞാനം അറിവ് നജായതേ നിങ്ങൾക്ക് അറിവ് ഉണ്ടാവുകയില്ല. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങൾ നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നതാണ്. ശ്ലോകം 44. ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യതാ മദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ. ശ്ലോകം 45. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയന്തൗ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം. പദച്ഛേദം. യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തൗ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതി പരാം. മാം എന്നെ പുത്രഭാവേന പുത്രഭാവം കൊണ്ടും ബ്രഹ്മഭാവേന ബ്രഹ്മഭാവം കൊണ്ടും അസകൃത് എല്ലായ്പ്പോഴും ചിന്തയന്തോ ചിന്തിക്കുന്നവരും കൃതസ്നേഹവും ചെയ്യപ്പെട്ട സ്നേഹത്തോട് കൂടിയവരുമായ ഇവാം നിങ്ങൾ പരാം മദ്ഗതി ഉത്കൃഷ്ടമായ എന്റെ ഗതിയെ യാസ്യേതേ പ്രാപിക്കും. അപ്പൊ നിങ്ങൾ എന്നെ പുത്ര സ്നേഹത്തോടും അതുപോലെ തന്നെ ബ്രഹ്മഭാവത്തിൽ
ഞാൻ തന്നെ സർവാത്മാവാണ്, എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ആത്മാവും ഞാൻ തന്നെയാണ് എന്ന ഭാവത്തിൽ എന്നെ നിരന്തരം ധ്യാനിക്കുക. ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ശരീര നാശാന്തരം പരമഗതി ലഭിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷമാവുകയാണ്. ശ്ലോകം: യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം. ശ്രീശുക ഉവാച: ഇത്യുക്ത ആസീത് ഹരിതുഷ്ണീം ഭഗവാനാത്മമായയാ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശുഃ. പദച്ഛേദം: ഇതി ഉക്ത്വാ ആസീത് ഹരിഃ തുഷ്ണീം ഭഗവാൻ ആത്മമായയാ പിത്രോഃ സംപശ്യതോ സദ്യോ സംപശ്യതോഃ സദ്യോഃ ബഭൂവ പ്രാകൃതഃ ശിശുഃ. ഇതി ഉക്ത, ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട് ഭഗവാൻ ഐശ്വര്യപൂർണനായ ഹരിഹി വിഷ്ണു തുഷ്ണീ ആസീത് മിണ്ടാതെയിരുന്നു. ആത്മമായയാൽ തന്റെ മായാശക്തിയാൽ പിത്രോഹോ പിതാക്കന്മാർ സംപശ്യതോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാകൃതനായിരുന്ന ശിശു കുട്ടിയായിട്ട് സദ്യ ഉടനെ ബഭൂവ. അപ്പൊ ദേവകി പറഞ്ഞല്ലോ, അങ്ങയുടെ അലൗകിക രൂപം മാറ്റി സാധാരണ ഒരു ശിശുവായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഉടനെ എന്ത് ചെയ്തു? ഭഗവാൻ തന്റെ ആ ശംഖുചക്ര ഗഥാരൂപം മാറ്റിയിട്ട് സാധാരണ ഒരു പ്രാകൃതനായിരിക്കുന്ന ശിശുവായിട്ട് സദ്യ ബഭൂവ. തന്റെ മായാശക്തി കൊണ്ട് ആ പിതാക്കന്മാർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രാകൃതനായിരിക്കുന്ന ഒരു കുട്ടിയായിട്ട് സദ്യ ഉടനെ തന്നെ ബഭൂവ ഭവിച്ചു. അതായത് ഭഗവാൻ ബാലഭാവത്തെ അംഗീകരിച്ചു. ശ്ലോകം 46: ഇത്യുക്താസീത് ഹരി തുഷ്ണീ ഭഗവാനാത്മമായയാ പിത്രോഃ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശുഃ. തതശ്ച ശൗര്യൈർഭവത്പ്രചോദിത സുതം സമാദായ സസൂതികാഗ്രഹാത് യദാ ബഹിർഗന്ധുമിയേഷ തർഹ്യജാ യാ യോഗമായാജനി നന്ദജായയാം. തതഃ ച ശൗരിഃ ഭഗവത്പ്രചോദിതഃ സുതം സമാദായ സ സൂതികാഗ്രഹാത് യദാ ബഹിർഗന്ധും യേഷ തർഹി അജാ യ യോഗമായ അജനി നന്ദജായയ. തതശ്ച അനന്തരം ഭഗവത് പ്രചോദിത ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട സഹശൗരിഹി ആ വസുദേവൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് പേടിയാണല്ലോ, നിങ്ങൾ ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി ഗോകുലത്തിൽ കൊണ്ടുപോയി അവിടെ യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിനെ എടുത്ത് അവിടെ കൊണ്ട് കിടത്തിയിട്ട് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഭഗവാനാൽ പ്രേരിതനായ വസുദേവൻ വസുദേവൻ സുതം പുത്രനെ സമാദായ സാദരം എടുത്തുകൊണ്ട് സൂതികാഗൃഹാത് പ്രസവമുറിയിൽ നിന്ന് ബഹുഹി പുറത്തേക്ക് ഗന്ധ് പോവാനായിക്കൊണ്ട് യഥാ യേഷ എപ്പോൾ ഇച്ഛിച്ചുവോ തർഹി അപ്പോൾ അജാ ജനനരഹിതനായിരിക്കുന്ന യാ യോഗമായ യാതൊരു യോഗമായ നന്ദജായായ നന്ദഭാര്യ നിമിത്തം അജനി ജനിച്ചു. അപ്പോൾ നന്ദഗോപരുടെ ഗൃഹത്തിൽ ഉടനെ തന്നെ യോഗമായ ദേവി യശോദയിൽ പിറന്നു. വസുദേവർ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ യശോദ പ്രസവിച്ചു. അത് ഒരു പെൺകുഞ്ഞായിരുന്നു. അപ്പോൾ വസുദേവൻ കാരാഗൃഹത്തിലാണ്, കാരാഗൃഹം ബന്ധിച്ചിരിക്കുകയാണ്. വസുദേവൻ കുഞ്ഞിനെ എടുത്തു വന്നപ്പോൾ തന്നെ ആ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു. പിന്നെ അതുപോലെ തന്നെ ആ യോഗമായാദേവി അവിടെ ഉള്ള കാവൽക്കാരെ എല്ലാം ഉറക്കിപ്പിച്ചു. അവരെല്ലാം ഉറക്കത്തിലായി. ശ്ലോകം 47 വായിക്കാം. തതശ്ച ശൗര്യർ ഭഗവത് പ്രചോദിത സുതം സമാദായ ച സൂതികാഗൃഹാത്
യഥാ ബഹിർഗന്ധുമിയേഷ തർഹ്യജ സയോഗമായാജനി മായാ അജനി നന്ദജായയാം. ശ്ലോകം 48. തയാ ഹൃദ പ്രത്യയ സർവവൃത്തിഷു ദോസ്തേഷു പൗരേഷ്വി ശായിദേഷ്വത ദ്വാരസ്തു സർവാപിഹിത ദുരത്യയാ ബൃഹത് കവാട അയസ കീലശൃംഖലൈഃ. തയാ ഹൃദ പ്രത്യയ സർവവൃത്തിഷു ദ്വാസ്തേഷു പൗരേഷു അഭി ശായിദേഷു അധ ദ്വാരസ്തു സർവാഹ പിഹിത ദുരത്യയ ബൃഹത് കവാട അയസ കീല ശൃംഖലൈഃ. ദ്വാസ്തേഷു ദ്വാരത്തിൽ നിൽക്കുന്നവർ തയ അവളാൽ ഹൃദ അതായത് യോഗമായ ദേവിയാൽ ഹൃദ പ്രത്യയ സർവവൃത്തിഷു അപഹരിക്കപ്പെട്ട ജ്ഞാനജങ്ങളായ ഇന്ദ്രിയ വ്യാപാരത്തോട് കൂടിയിരിക്കും വിഷയത്തിൽ. അതായത് യോഗമായ ദേവി അവിടെയുള്ള കാവൽക്കാരെയെല്ലാം ഉറക്കി, തന്റെ മായാശക്തി കൊണ്ട് ഉറക്കി. അഥ അനന്തരം പൗരേഷു പുരവാസികളോ ശായിദേഷു അവരും ഉറങ്ങി. ബൃഹത് കവാട അയസ കീല ശൃംഖല വലുതായ വാതിലുകൊണ്ട് ഇരുമ്പഴി കൊണ്ടും ചങ്ങലകൾ കൊണ്ടും പിഹിത അടച്ചിരുന്നതും ദുരത്യ കടക്കാൻ കഴിയാത്തതുമായ സർവ ഒട്ടൊഴിയാതെയുള്ള താദ്വാര ആ വാതിലുകൾ എന്ത് ചെയ്തു? താനേ തുറന്നു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. ഈ ശ്ലോകം വായിച്ചിട്ട് അടുത്തത് വായിക്കാം. തയാ ഹൃദ പ്രത്യയ സർവവൃത്തിഷു ദോസ്തേഷു പൗരേഷു ശായിദേഷ്വത ദ്വാരസ്തു സർവാപിഹിത ദുരത്യയ ബൃഹത് കവാട അയസ കീല ശൃംഖലൈഃ. ശ്ലോകം 49. താ കൃഷ്ണാവാഹേ വസുദേവ ആഗതേ സ്വയം വ്യവര്യന്ത യഥാ തമോരവേ വവർഷപർജന്യ ഉപാംശു ഗർജിതഃ ശേഷോന്യഗാദ്വാരി നിവാരയൻ ഭണൈഃ. പദച്ഛേദം. താഹ കൃഷ്ണബാഹേ വസുദേവ ആഗതേ സ്വയം വ്യവര്യന്ത യഥാ തമോ രവേഃ വവർഷ പർജന്യ ഉപാംശു ഗർജിതഃ ശേഷോ അന്യഗാത് വാരി നിവാരയൻ ഭണൈഃ. താഹ കൃഷ്ണവാഹേ കൃഷ്ണനെ എടുത്തുകൊണ്ടിരിക്കുന്ന വസുദേവർ ആഗതനായപ്പോൾ താഹ ദ്വാരാഹ ആ വാതിലുകളാകട്ടെ രവിയുടെ മുമ്പിൽ സൂര്യന്റെ മുമ്പിൽ യഥാ തമ ഇരുട്ടെന്ന പോലെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഇരുട്ടെങ്ങനെയാണോ പോകുന്നത് അതുപോലെ സ്വയം താനേ തന്നെ വ്യവരീന്ത്യ തുറക്കപ്പെട്ടു. അപ്പോ ഭഗവാനെ എടുത്തുകൊണ്ട് വസുദേവർ വാതിലിന്റെ അടുത്ത് ചെന്നതും വാതിൽ താനേ തുറക്കപ്പെട്ടു. പർജന്യ മേഘം ഉപാംശു ഗർജിത മന്ദം ശബ്ദിച്ചുകൊണ്ട്, അതായത് അർദ്ധരാത്രിയാണ്, ഭയങ്കര ഇടിയും മഴയും ഉള്ള സമയമാണ്. അപ്പോ മേഘം ഗർജിച്ചുകൊണ്ട് വവർഷ മഴ പെയ്യിപ്പിച്ചു. അപ്പോ മഴ നനയാതെ കുടയായിട്ട് നിന്നത് ആരാണ്? ശേഷഹ ആദിശേഷൻ വാരി വെള്ളത്തെ ഭണൈഹി പണങ്ങൾ കൊണ്ട് നിവാരയൻ തടുത്തും കൊണ്ട് അനുഗമിച്ചു. അപ്പോൾ ഭഗവാനെ എടുത്തുകൊണ്ട് വസുദേവർ പോയപ്പോൾ അനന്തൻ എന്ത് ചെയ്തു? തന്റെ പണങ്ങൾ കൊണ്ട് ഒരു കുടയായിട്ട് ആ കുട്ടിയുടെ തലയ്ക്ക് മുകളിൽ നിന്നു. വസുദേവന്റെ തലയ്ക്ക് മുകളിലായിട്ട് അനന്തൻ പത്തിയും വിടർത്തി വസുദേവൻ പോകുന്നതിനനുസരിച്ച് അനന്തനും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഭയങ്കര മഴയത്ത് കുഞ്ഞിനെ മഴ നനയിക്കാതെ വസുദേവർ കൊണ്ടുപോവുകയാണ്. ശ്ലോകം 49 ഒന്നുകൂടെ. താ കൃഷ്ണാവാഹേ വസുദേവ ആഗതേ സ്വയം വ്യവര്യന്ത യഥാ തമോരവേഃ വവർഷപർജന്യ ഉപാംശു ഗർജിതഃ ശേഷോന്യഗാത് വാരി നിവാരയൻ ഭണൈഃ. ശ്ലോകം 50. മഹോനി വർഷത്യസഹൃത് യമാനുജ ഗംഭീരതോയൗകജവോർമി ഭേനിജ
ഭയാനകാവർത്ത ശതാകുലാ നദീ മാർഗം ദദൗ സിന്ധുരിവ ക്ഷിയപദേഹേ. മഖോനി വർഷതി അസകൃത് യമ അനുജ ഗംഭീര തോയൗഖ ജവ ഊർമി ഫേനില ഭയാനക ആവർത്ത ശതാകുലാ നദി മാർഗം ദദൗ സിന്ധു ഹു ഇവ ഷിയഃ പദേ. മഖോനി ഇന്ദ്രൻ അസകൃത് ഇടപെടാതെ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗംഭീര തോയവിക്ക ജവോർമി ഫേനില അഗാധമായ ജലരാശിയുടെ വേഗം കൊണ്ടുള്ള തിരമാലകൾ നിമിത്തം നുരകളോടുകൂടിയതും ഭയങ്കരങ്ങളായ ഭയാനകാവർത്ത ശതാകുല ഭയങ്കരങ്ങളായ അനേകം ചുഴികളോടുകൂടിയിരിക്കുന്ന യമാനുജ യമന്റെ അനുജത്തി ആര് യമുനാ നദി എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങി നിന്നിരുന്ന യമുനാ നദി ഷിയഹ ലക്ഷ്മിയുടെ പദേ ഭർത്താവിന് സിന്ധുഹു ഇവ സമുദ്രം എന്ന പോലെ മാർഗം വഴി ദദൗ നൽകി. അതായത് ശ്രീരാമൻ രാവണ വധത്തിനു വേണ്ടി ലങ്കയിലേക്ക് പോയപ്പോൾ സമുദ്രം വഴിമാറിക്കൊടുത്തതുപോലെ ഭഗവാനെ കൊണ്ടുവന്നപ്പോൾ യമുനാ നദി എന്ത് ചെയ്തു? ആ വഴി മാറിക്കൊടുത്തു. യമുനാ നദിയുടെ ജലം താന്ന് ആ ഭഗവാനെ കൊണ്ടുപോകുന്ന ആ സ്ഥലത്തെ ജലം വഴിമാറിക്കൊടുത്തു. അതിനെ ഉപമിച്ചിരിക്കുന്ന ശ്രീരാമൻ ലങ്കയിൽ പോയപ്പോൾ വരുണൻ ശ്രീരാമന് ലങ്കയിലേക്ക് ആ സമുദ്രത്തിൽ ചിറകെട്ടാൻ സഹായിച്ചതുപോലെ സമുദ്രം വഴി കടക്കാൻ സാധിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ യമുനാ നദി എന്ത് ചെയ്തു? വഴിമാറിക്കൊടുത്തു. യമുനാ നദിയുടെ ജലം അങ്ങ് താണു. ഭഗവാനെ കൊണ്ട് വസുദേവർ അങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ വസുദേവരുടെ കണം കാലുകളും മാത്രമേ ഇപ്പോൾ ജലമുള്ളൂ. വസുദേവർക്ക് ജലത്തിലൂടെ നടക്കാൻ സാധിക്കുന്നു. മഖോനി വർഷത്ത് അസകൃത്യ മാനുജ ഗംഭീരതോയുക ജവോർമി ഫേനില ഭയാനകാവർത്ത ശതാകുലാ നദി മാർഗം ദദൗ സിന്ധുരിവ ശ്രിയപദേഹേ. ശ്ലോകം 51. നന്ദവ്രജം ശൗര്യരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലപ്യ നിദ്രയാ സുതം യശോദാ ശയനേ നിധായ സുതാമുപാദായ പുനർ ഗൃഹാനഗാ. നന്ദവ്രജം ശൗരിഹി ഉപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താൻ ഉപലഭ്യ നിദ്രയാ സുതം യശോദാ ശയനേ നിധായ തത് സുതാം ഉപാദായ പുനഃ ഗൃഹാൻ അഗാത്. ശൗരിഹി ശൂരസേന്റെ പുത്രൻ വസുദേവൻ നന്ദവ്രജം നന്ദഗോകുലത്തെ ഉപേത്യ പ്രാപിച്ചിട്ട് ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് വസുദേവർ നന്ദഗൃഹത്തിലെത്തി. അവിടെ എന്ത് ചെയ്തു? അവിടെ ഗോപന്മാരായ താൻ അവരെ നിദ്രയ യോഗമായ നിമിത്തം അവരെ നിദ്രയിലാക്കി പ്രസുപ്താൻ ഉറങ്ങിയവരായി. അവിടെയുള്ള ഗോപന്മാരും ഗോപസ്ത്രീകളെല്ലാം ആ യോഗമായ ദേവി നിമിത്തം ഉറങ്ങി, അല്ലെങ്കിൽ യോഗമായ ദേവി അവരെല്ലാം ഉറക്കി. ഉപലഭ്യ കണ്ടിട്ട് യശോദാ ശയനെ യശോദയുടെ ശയനത്തിൽ സുതം പുത്രനെ നിധായ കിടത്തിയിട്ട് തത്സുതാം അവളുടെ പുത്രിയെ ഉപദായ സ്വീകരിച്ച് എടുത്തിട്ട് പുനഃ വീണ്ടും ഗൃഹാൻ സ്വന്തം ഭവനത്തെ, അതായത് കംസന്റെ കാരാഗ്രഹത്തിലെ പ്രാപിച്ചു. അപ്പോ ഇവിടെ എല്ലാം വസുദേവർക്ക് അനുകൂലമായിരുന്നു അല്ലേ? അവിടെ കവാടങ്ങൾ താനെ തുറന്നു, ഗംഗാ നദി യമുനാ നദി വഴിമാറിക്കൊടുത്തു. ഇവിടെ വന്നപ്പോഴാ യശോദ പ്രസവിച്ചിട്ട് ഉറക്കം, കൂടെയുള്ള സ്ത്രീകൾ ഉറക്കം, ബാക്കി ഗോപന്മാരെല്ലാം ഉറക്കം. അപ്പോൾ വസുദേവർ എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ട് യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്ത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എടുത്തുകൊണ്ട് ആ കാരാഗ്രഹത്തിലേക്ക് വരികയും ചെയ്തു. ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. നന്ദവ്രജം ശൗര്യരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താൻ ഉപലഭ്യ നിദ്രയാം സുതം യശോദാ ശയനേ നിധായത് സുതാം ഉപാദായ പുനർ ഗൃഹാൻ അഗാത്.
ശ്ലോകം 52. ദേവക്യാ ശൈനേനസ്യ വസുദേവോ ദദാരികാം പ്രതിമുച്യ പദോർലോകം ആസ്തേ പൂർവവതാവൃതഃ. പദച്ഛേദം. ദേവക്യാഹ ശൈനേ നസ്യ വസുദേവഃ അഥ ദാരികാം പ്രതിമുച്യ തതോഹ ലോകം ആസ്തേ പൂർവവത് ആവൃതഃ. വസുദേവൻ അഥ അനന്തരം ദാരികാം പുത്രിയെ ദേവകിയുടെ ശയ്യയിൽ നസ്യ കിടത്തിയിട്ട് പദോഹോ പാദങ്ങളിൽ ലോകം ചങ്ങലയെ പ്രതിമുച്യ ബന്ധിച്ചിട്ട് ആവൃതഃ കവാടങ്ങൾ അടച്ച് പൂർവ്വത് മുമ്പത്തെ പോലെ ആസ്തേസ്മ ഇരുന്നു. അപ്പോ വസുദേവൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് യശോദ പ്രസവിച്ച പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു. ദേവകിയുടെ അടുത്ത് കിടത്തിയിട്ട് കാലുകളിൽ വീണ്ടും ചങ്ങല ബന്ധിച്ചു. വാതിലുകളും മുമ്പത്തെ പോലെ തന്നെ അടഞ്ഞു കിടന്നു. ദേവക്യാ ശൈനേനസ്യ വസുദേവോ ദദാരിക പ്രതിമുച്യ പദോർലോകം ആസ്തേ പൂർവവതാവൃതഃ. ശ്ലോകം 53. യശോദാനന്ദപത്നീ ച ജാതം പരമബുദ്ധ്യത ന തത്ലിംഗം പരിശാന്ത നിദ്രയാ അപഗത സ്മൃതി. യശോദ നന്ദപത്നി ച ജാതം പരം അബുദ്ധ്യത ന തത്ലിംഗം പരിശ്രാന്ത നിദ്രയാ അപകൃത സ്മൃതി. യശോദ നന്ദപത്നി നന്ദന്റെ ഭാര്യയും ജാതം പരം ജാതയായി എന്ന് മാത്രം അബുദ്ധ്യത അറിഞ്ഞു. യശോദ പ്രസവിച്ചു എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. പരിശ്രാന്ത ക്ഷീണിച്ചെന്ത് ചെയ്തു? നിദ്രയ മായയാൽ അപകൃത സ്മൃതി ഇല്ലാത്തവളായി ഒരു ഓർമ്മയില്ലാതെ കടന്ന് ഉറക്കമായി. തത്ലിംഗം അതിന്റെ ലിംഗത്തെ ഞാൻ അബുദ്ധ്യത. അപ്പൊ കുട്ടി ജനിച്ചു എന്നറിഞ്ഞു, പക്ഷെ കുട്ടി ആണോ പെണ്ണോ എന്നൊന്നും യശോദ അറിഞ്ഞില്ല. കാരണം യോഗമായാദേവി യശോദയെ ഉറക്കി. അതുപോലെ തന്നെ യശോദയുടെ കൂടെ ഉണ്ടായിരുന്ന സഹായിക്കാനുണ്ടായിരുന്ന സ്ത്രീകളെ എല്ലാം ഉറക്കി. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ തനിക്ക് ജനിച്ചതെന്ന് യശോദയും അറിഞ്ഞില്ല, കൂടെയുള്ള ആരും അറിഞ്ഞില്ല. അപ്പൊ എല്ലാം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചേ നടക്കൂ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമോ? ആരും ഉണരാതിരിക്കുമോ? അപ്പൊ എല്ലാം ഭവത് പ്രേരണയൈവ ഭൂമൻ, എല്ലാം ഭഗവാന്റെ പ്രേരണ മൂലം എല്ലാം നടന്നു. അങ്ങനെ വസുദേവ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. യശോദ പ്രസവിച്ച കുഞ്ഞ് ഏതാണെന്ന് യശോദ അറിയാതെ സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. ബാക്കി ഭാഗം കുഞ്ഞ് ഉണർന്ന് കരയുന്നതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമംസ സംഹിതായാം ദശമസ്കന്ധേ ജന്മപ്രകരണേ ഭഗവത് പ്രാദുർഭാവ നിരൂപണം നാമ തൃതീയോധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.